യെസ് ഹായ് ഹലോ മറ്റൊരു ട്രിപ്പായിട്ട് ചെയ്ത് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ എവിടെയാണ് പോകാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാകും ഞങ്ങൾക്ക് അറിയാം. സോ ദിസ് ടൈം ഞങ്ങൾ പോകാൻ പോകുന്നത് വിയറ്റ്നാമാണ്. അപ്പോൾ വിയറ്റ്നാമിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ അതേ ടീംസിന്റെ കൂടെ തന്നെ ഇപ്പോഴും പോകുന്നത്. യെസ് ഹിയർ വി ഹാവ് ആഗ്നസ് ആൻഡ് വിജു വിത്ത് us. അപ്പോൾ നമ്മുടെ ടൂർ കോർഡിനേറ്റർ മെയിൻ കോർഡിനേറ്റർ SV ഉണ്ട്. അപ്പൊ ഞങ്ങൾ 4 പേരുമാണ് പോകാൻ പോകുന്നത്. വി ആർ റെഡി. ഞങ്ങളെല്ലാവരും പച്ച പറഞ്ഞു വെക്കാതെ തന്നെ പച്ചയിലെത്തി. സോ വിയറ്റ്നാമിലും ഒരുപാട് പ്ലാനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി കുറേ എവിടെയെങ്കിലും പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. മലേഷ്യക്ക് ശേഷം ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ആലോചിക്കായിരുന്നു എവിടെയെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന എവിടെയെങ്കിലും പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ 4 പേരും ആലോചിച്ചൊരു സ്ഥലം തന്നെയാണ്. സോ എനിഹൗ വിയറ്റ്നാം ഒരുപാട് എക്സൈറ്റഡ് ആണ്. 5 days ട്രിപ്പാണ്. ഒരുപാട് സമയമൊന്നുമില്ല, കാരണം വർക്കിംഗ് ഡേ ടൈമൊക്കെയാണ്. അപ്പോൾ 5 day ട്രിപ്പിൽ മാക്സിമം ഞങ്ങൾ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോകുന്നതായിരിക്കും. ആൻഡ് ഓൾസോ എല്ലാം ഞങ്ങൾ കവർ ചെയ്യുമായിരിക്കും. ഇപ്പം നമ്മൾ എവിടെയാണ് പോകുന്നത്? ഇപ്പം നമ്മളിത് ലോഞ്ച് നമ്മുടെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ലോഞ്ചിൽ വിസിറ്റ് ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത്. സോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വന്നപ്പോൾ നമ്മുടെ ആഗ്നസിനും ബിജുവിനും പോകാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ ദിസ് ടൈം ഞങ്ങൾ എല്ലാം കാർഡൊക്കെ റെഡി ആക്കിയിട്ടാണ് നമ്മൾ ലോഞ്ചിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്നത്. എന്തായാലും ലോഞ്ചിനകത്ത് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ പോവല്ലേ? യെസ് കം ഓൺ. അപ്പൊ നമുക്ക് ലോഞ്ചിൽ യെസ്. അപ്പോൾ ഞാനിപ്പോൾ കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും ലോഞ്ചിലെ ഫുഡ് എന്താണെന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ്ലി എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഭയങ്കര റഷായിരുന്നു. സോ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ റുപ്പേ പ്ലാറ്റിനം കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും. ആഗ്നസ് ഇൻഡസിൻ്റെ ആണെന്ന് തോന്നുന്നു. സോ നമുക്ക് ഏത് ബാങ്കിൻ്റെയും റുപ്പേ പ്ലാറ്റിനം കാർഡ് യൂസ് ചെയ്തിട്ട് ലോഞ്ചിൽ ആക്സസ് കിട്ടും. ആൻഡ് വെറൈറ്റി ഓഫ് ഫുഡ് മെയിനായിട്ട് ഒരു ഡെസേർട്ടാണ്. ഞാൻ ഡെസേർട്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇതിൽ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ ഡെസേർട്ടിൻ്റെ ഭയങ്കര വൈഡ് വെറൈറ്റി ഓഫ് ഡെസേർട്ട്സ് ഉണ്ട് കേട്ടോ. അത് നല്ലതായിരുന്നു, എല്ലാം നല്ലത്. ഹായ്. Where are you going? We're going to Singapore. Are you going to Singapore? Yeah. From there, where are you going? Vietnam. യെസ്, ഇപ്പം നമ്മൾ നമ്മുടെ സിംഗപ്പൂരിലെ ഷങ്കി എയർപോർട്ടിൽ നിൽക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് വിയറ്റ്നാമിലാണ് പോകാൻ പ്ലാൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഞങ്ങളുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആദ്യത്തെ സ്റ്റോപ്പ് നിൽക്കുന്നത് സിംഗപ്പൂരാണ്. ഇവിടെ നിന്ന് ഒരു 2 hours ലേ ഓഫ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഹനോയിലാണ് പോകുന്നത്. വിയറ്റ്നാമിൽ ഫസ്റ്റ് ഹനോയിലാണ് പോകുന്നത്. ഞങ്ങൾ ഇന്നലെ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നിട്ട് രാത്രി ഒരു 11:40 കയറിയത്. ഇവിടുത്തെ സമയം ഇപ്പോൾ 6:30 ആണ്. നമ്മുടെ ഇന്ത്യൻ ടൈം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ 4 hours ട്രാവലാണ് കേട്ടോ നമുക്ക് ട്രിവാൻഡ്രം ടു സിംഗപ്പൂർ വരെ. എനിഹൗ നമുക്ക് സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ജസ്റ്റ് ചെറിയൊരു കാഴ്ചയാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ എയർപോർട്ടിനകത്ത് തന്നെ ഒരുപാട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പും അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ടിഫാനി ആൻഡ് കോ, ലൂയിസ് വ്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരുപാട് കോസ്മെറ്റിക്സ്, പെർഫ്യൂംസ് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. ആഗ്നസ് അവിടെ നമ്മുടെ ഫൗണ്ടൈൻ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഫൗണ്ടൈനും ഒക്കെ ഭയങ്കര രസമുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഒരു വലിയ ഫൗണ്ടൈനൊക്കെ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോസിലൊക്കെ. അത് നമുക്ക് കാണണം എവിടെയാണെന്നുള്ളതൊക്കെ. സോ യാ, ലെറ്റ്സ് സീ. എൻ്റെ കൂടെ വന്നവരൊക്കെ എയർപോർട്ട് കറങ്ങി കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും കൂടെ അവരെ ഫോളോ ചെയ്ത് പോവാം. ആഗ്നസ്
ഇതേ സാറെല്ലാം വെച്ച് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇറങ്ങിയ സ്റ്റോപ്പിൽ നിന്ന് ഇവിടെ വരാൻ 70 മിനിറ്റ്സ് വാക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അടുത്ത ഹനോയിൽ ഇപ്പം ആഗ്നസിന് എന്തോ വാങ്ങിക്കണമെന്ന് പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. 10% ബൈ 2 items ആൻഡ് 10% ഓഫ്. ഇതിനൊക്കെ എത്ര രൂപയുണ്ട്? സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എന്തോ സംഭവമാണ്. നോക്കാം. മാംഗോ ട്രീ കിച്ചൺ, മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ കഴിക്കുന്നു. ഞങ്ങൾക്ക് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. ഞാൻ സിംഗപ്പൂരിലാണ് മാംഗോ സ്റ്റിക്കി റൈസ്, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂറൊക്കെ കിട്ടും അറിയായിരുന്നു. പക്ഷെ ഇവിടെ സിംഗപ്പൂറൊന്നും വിയറ്റ്നാമിൽ കിട്ടുമോയെന്ന് അറിയില്ല. എസ് വിയോട് ചോദിക്കാം. എസ് വി, അവിടെ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്, വാങ്ങിക്കണോ? ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. വാങ്ങിച്ചിട്ട് പോയാലോ? ട്രൈ ചെയ്യാലോ? ഐ തിങ്ക് നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണമെന്നായിരുന്നല്ലോ. കഴിക്കണ്ട? എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണുമ്പോൾ എന്നെ പുച്ഛിച്ചാട്ടിയിരിക്കുകയാണ് ഗൈസ്. തായ് ഓൺ ദി ഗോ മാംഗോ ട്രീ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം കണ്ടത് മാംഗോ സ്റ്റിക്കി തായ് ഫുഡാണ്. തായ് സ്റ്റൈൽ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്, 10% ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? ഇതെവിടെ ഇരിക്കുന്നു? മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്, വേറെ മസലി സലാഡ് എന്തൊക്കെയുണ്ട്. ഇതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഇവരെന്തോ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആളില്ല, പക്ഷെ ഇച്ചിരിയേ ഉള്ളൂ മാംഗോ സ്റ്റിക്കി റൈസ്. ഇച്ചിരിയേ ഉള്ളൂ ഒരു പ്ലേറ്റിൽ. 700 രൂപയെ, നമ്മുടെ 600. പക്ഷെ കുറച്ചേ ഉള്ളൂ. എന്നാ ദാറ്റ് വോണ്ട് ബി റീസണബിൾ. ആ ചെറിയൊരു പ്ലേറ്റിൽ ചെറിയൊരു പോർഷനാണ്. നമ്മുടെ വീട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 600 സംതിങ്. ദിസ് വൺ ചോറും അരിക്കും. ഐ തിങ്ക് വേണ്ട, അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളത് നമുക്ക് ട്രൈ ചെയ്യണ്ട. വേറെ എവിടെയെങ്കിലും റീസണബിളായിട്ട് കിട്ടുമോ നോക്കാം. ഇതിൻ്റെ യെസ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് സിംഗപ്പൂരാണ് വന്നേക്കുന്നത്. അപ്പോൾ സിംഗപ്പൂർ ഈ ഒരു 3 hours ഉറക്കമേ കിട്ടിയിട്ടുള്ളൂ. 3 to 4 hours ഉറക്കം. അതിലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലീപ്പൊന്നും അല്ലായിരുന്നു. ഇടയ്ക്ക് എണീറ്റും ഒക്കെ ഭയങ്കര ടയർഡാണ്. ബട്ട് സ്റ്റിൽ സിംഗപ്പൂർ എയർപോർട്ട് ഞാൻ പറഞ്ഞത് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളതാണ് കേട്ടോ. ഒരുപാട് കാണാനൊരു, നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ലുലു മോളിലൊക്കെ വന്ന പോലെ നമുക്കിങ്ങനെ ഒരുപാട് കണ്ടു വരാം. അപ്പോൾ കറന്റ് നമ്മൾ നിൽക്കുന്നത് സിംഗപ്പൂരിൽ തന്നെയുള്ള എയർപോർട്ടിനകത്തുള്ള കാക്ടസ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്പേസിലാണ്. അത് അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കാണാം. ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒക്കെ കാണാം. ഇതാണ് സിംഗപ്പൂർ എയർപോർട്ടിലെ കാക്ടസ് ഗാർഡൻ. ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് കാണിച്ചു തരാം. വിയറ്റ്നാം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ടയർഡായി. ഇന്നലെ രാത്രി 8 മണിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് മണി 12 ഇവിടെ 1:30, 1.5 hours ഡിഫറൻസാണ്. സോ ഞാനിവിടെ വന്നപ്പം കണ്ടതിൽ വെച്ച് ഏറ്റവും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റിയ വിശപ്പ്, ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം സ്റ്റീംഡ് റൈസ് വിത്ത് BBQ ചിക്കൻ്റെ എന്തോ സംഭവമാണ്. പിന്നെ ഒരു സോസും ഉണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഗുഡ്, ഒരു മധുരമുള്ളൊരു ടേസ്റ്റാണ്.
ഇതാണ് നമ്മൾ ഇപ്പോൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലം. ഈ ഫുഡ് നമ്മുടെ ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ 600 രൂപ. എസ് വി ഓർഡർ ചെയ്തിരിക്കുന്ന ഫ്രൈഡ് റൈസ് വിത്ത് എന്തുവായിരുന്നു? ബീഫിൻ്റെ എന്തോ ഒരു പരിപാടി. ഞാൻ ആഗ്നസും ബിജുവും താഴെ നിന്ന് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ വിയറ്റ്നാം ഇറങ്ങി നമ്മുടെ റൂമിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന വിയറ്റ്നാം കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഗ്രാബ് ബുക്ക് ചെയ്താണ് പോകുന്നത്. ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് ഡ്രൈവർ ഇരിക്കുന്നത്. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞങ്ങളുടെ ഡ്രൈവറുണ്ട്, പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട്. സോ വി ആർ ഗോയിങ് ടു അവർ റൂം. ഇച്ചിരി